ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ ബഹുമാന്യനായ പ്രൊഫസർ രവിചന്ദ്രൻ സാറിനെ പോലെയുള്ള നിരീശ്വരവാദികൾക്ക് ഒരിക്കലും ഉത്തരം നൽകാൻ കഴിയാത്ത ചില ചോദ്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അവയ്ക്ക് ഉത്തരമുണ്ട് എന്നുള്ളതും കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, പ്രപഞ്ചം ഒന്നുമില്ലാത്തതിൽ നിന്ന് എങ്ങനെ ഉരുത്തിരിഞ്ഞു? നത്തിങ് കനോട്ട് പ്രൊഡ്യൂസ് സംതിങ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നുമില്ലായ്മ ഒന്നിനെ ഉണ്ടാക്കുന്നില്ല. നിരീശ്വരവാദികളായിട്ടുള്ള ആളുകള് ബിഗ് ബാങ് എന്ന് പറഞ്ഞാലും അതിനു മുമ്പ് എന്തെന്ന ചോദ്യം, ആ ചോദ്യത്തിന് അവർക്ക് തൃപ്തികരമായ ഒരു ഉത്തരം തരാൻ കഴിയുകയില്ല. കാരണം ഒന്നുമില്ലാത്തതിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാകാൻ കാരണം വേണം. രണ്ടാമതായിട്ട്, ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം, അചേതന വസ്തുവിൽ നിന്ന് സചേതന വസ്തു എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം, അതിന് ഇതുവരെ സയൻസിനെ മറുപടി തരുവാൻ, ശാസ്ത്രത്തിന് മറുപടി തരുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നിരീശ്വരവാദികൾക്കും അതിന്റെ ഉത്തരം തരാൻ കഴിയില്ല. ശാസ്ത്രത്തിന് ഇപ്പോഴും ജീവൻ സ്വതന്ത്രമായി ജീവനില്ലാത്ത വസ്തുക്കളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതെന്നതിന്റെ തെളിവ് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അബിയോജെനിസിസ് എന്ന ഒരു സിദ്ധാന്തം മാത്രം അത് വിശ്വാസമാണ്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതല്ല എന്നുള്ളത് നമുക്കറിയാം. മൂന്നാമതായിട്ട്, മനുഷ്യബുദ്ധി ഒരു വെറും രാസപ്രവർത്തനമാണെങ്കിൽ സത്യം എന്നതിന്റെ അർത്ഥം എന്താണ്? നിരീശ്വരവാദം പറയുന്നത് മനുഷ്യന്റെ ചിന്ത, ബുദ്ധി, ധാർമ്മികത എന്നിവ ശാരീരിക പ്രക്രിയകളാണ് എന്നാണ്. പക്ഷേ സത്യം, തെറ്റ്, ന്യായം, അന്യായം എന്നീ ആശയങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറ എവിടെ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. നാലാമതായിട്ട്, മനുഷ്യർക്ക് നല്ലതും ദോഷവും തിരിച്ചറിയാൻ തക്കവണ്ണമുള്ള നൈതിക ബോധം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള ഒരു നൈതികമായിട്ടുള്ള ബോധം ഏത് ഭാഗത്തു നിന്ന് എങ്ങനെ വന്നിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഉത്തരം പറയേണ്ടത് അനിവാര്യമാണ്. മനുഷ്യൻ സർവ്വസമയവും ഒരു മനസാക്ഷി അനുഭവിക്കുന്നുണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുമ്പോഴും നിങ്ങളിത് കേൾക്കുമ്പോഴും ഒരു മനസാക്ഷിയിൽ നിന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അതിനെ സാധ്യമാക്കുന്നൊരു നൈതിക നിയമം, ദാതാവിന്റെ അഥവാ മോറൽ ലോ ഗിവർ സാന്നിധ്യം നിരീശ്വരവാദം വിശദീകരിക്കാൻ കഴിയുന്നില്ല. എവിടെ നിന്നാണ് ഈ ഒരു ധാർമ്മിക അഥവാ മോറൽ ലോസ് വന്നിരിക്കുന്നത് എന്ന്. അഞ്ചാമതായിട്ട്, ജീവിതത്തിന്റെ അർത്ഥമെന്ത് എന്ന ചോദ്യത്തിന് വ്യക്തത തരുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ദൈവം ഇല്ലെങ്കിൽ ജീവിതം ഒടുവിൽ അർത്ഥശൂന്യം, ലക്ഷ്യശൂന്യം, നൈതികതയില്ലാത്ത ഒരു സംഭവമായിട്ടത് മാറുന്നു. പക്ഷേ മനുഷ്യൻ സ്വാഭാവികമായി അർത്ഥം, ലക്ഷ്യം, സ്നേഹം, നീതി എന്നിവ തേടുന്ന ഒരു ബീയിങ് ആണ്. ഇത് സൃഷ്ടാവിനെ ഉണ്ട് എന്നുള്ളതിലേക്ക് നമ്മൾ വിരൽ ചൂണ്ടുകയാണ്. ആറാമതായിട്ട്, സൗന്ദര്യം, സംഗീതം, കല ഇതെല്ലാം എന്തിനാണ്? വളരെയധികം മനോഹരിതയും കലാപ്രതിഭയും ജീവനിരതയിലേക്ക് ആവശ്യമില്ല എന്നാണ് അത്തരക്കാർ പറയുന്നതെങ്കിൽ മനുഷ്യൻ അതിൽ ആകർഷിക്കപ്പെടുന്നു. ഇത് ആത്മീയ ഘടകത്തിന്റെ ഒരു തെളിവായിട്ടാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളത്. ഏഴാമതായിട്ട്, നമ്മൾ അനുഭവിക്കുന്ന ബോധം, കോൺഷ്യസ്നെസ് എന്താണ്? ബോധം വെറും വൈദ്യുത രാസപ്രവർത്തനമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കേണ്ടുന്ന സത്യമാണ്. നമ്മൾ ഞാനാകുന്നു എന്ന് ബോധിപ്പിക്കുന്ന അവസ്ഥയെ സയന്റിഫിക്കലി വിശദീകരിക്കാൻ കഴിയുമോ? കഴിയുകയില്ല. എട്ടാമതായിട്ട്, ദൈവം ഇല്ലെങ്കിൽ സത്യവും അസത്യവും തമ്മിൽ വ്യത്യാസമുണ്ടോ? നിരീശ്വരവാദം പറയുന്നത് എല്ലാം വസ്തുക്കളുടെ സ്വാഭാവിക ഫലമാണ്. പക്ഷേ അതിനനുസരിച്ച് ഒരു കൊലപാതകമോ ഒരു ദാനമോ തമ്മിൽ മൂല്യമായ വ്യത്യാസം ഉണ്ടാകുന്നില്ലേ? ഉണ്ട്. ഇത് നൈതികമായ അസാധുതയിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഒമ്പതാമതായിട്ട്, പ്രപഞ്ചം നിയമാനുസൃതം, ഓർഡർലി ആകാൻ കാരണമെന്ത്? നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചം ഒരു ഗണിത ശാസ്ത്രീയ ക്രമത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം, അല്ലെ? അത് കൃത്യമായി തന്നെ 24 മണിക്കൂർ നമ്മളൊരു ദിവസം എന്നൊക്കെ പറയുന്നത് ഒരു 60 സെക്കൻഡ് ഒരു മിനിറ്റ് എന്ന് പറയുന്നു, 60 മിനിറ്റ് ഒരു മണിക്കൂർ, ഇതിന് മാറ്റം വരുന്നില്ല. അപ്പൊ അതൊരു ക്രമമായി തന്നെ ഒരു ഗണിത ശാസ്ത്രീയ ക്രമത്തിൽ തന്നെ ഈ പ്രപഞ്ചം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഒരു നിയമദാതാവില്ലാതെ എങ്ങനെയാണ് ഈ നിയമമൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ഉയർത്തുന്നു. പത്താമതായിട്ട്, മനുഷ്യൻ മരിച്ച ശേഷം അവൻ എന്ത് സംഭവിക്കും? എന്താണ് മനുഷ്യൻ? നിരീശ്വരവാദികൾ ഇതിനെ
ഉറച്ച ഉത്തരമൊന്നും ഇതുവരെ നൽകിയിട്ടില്ല, നൽകാൻ കഴിയുകയുമില്ല. പക്ഷേ മനുഷ്യ ഹൃദയം നിത്യജീവിതത്തെ ആഗ്രഹിക്കുന്നു. അതായത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നവരാണ്. അത് വെറും യാദൃച്ഛികമായിട്ടുള്ള ഒരു വികാരമല്ല. ഇവയിൽ പല ചോദ്യങ്ങൾക്കും തത്വചിന്ത, സയൻസ്, ന്യായവാദ ശാസ്ത്രം, ആത്മീയത എന്നിവയുടെ ആഴത്തിൽ മാത്രമേ അർത്ഥപൂർണമായ ഉത്തരങ്ങൾ ലഭിക്കൂ. അവയുടെ എല്ലാം ഒറ്റ നാൾക്കുള്ള ഉത്തരമാണ് ദൈവത്തിന്റെ സാന്നിധ്യം തന്നെ. നമ്മുടെ ഒരു അസംഷൻ പറയുകയാണെങ്കിൽ സയൻസും വിശ്വാസവും, ഫെയ്ത്ത് ആൻഡ് സയൻസ്, അത് ഒരുമിച്ച് നിൽക്കുന്ന ഒന്നാണ്. ശാസ്ത്രം ദൈവത്തെ നിഷേധിക്കുന്നില്ല എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. അതിന്റെ ഓരോ കണ്ടെത്തലും ദൈവത്തിന്റെ സൃഷ്ടി പ്രവൃത്തിയുടെ സൂക്ഷ്മതയും മഹത്വവും നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഇന്ന് സയന്റിഫിക്കായിട്ട് നമ്മൾ എന്തെല്ലാം കാഴ്ചകൾ കണ്ടെത്തിയാലും, എന്തെല്ലാം ഡിസ്കവറീസ് നമ്മൾ നടത്തിയാലും, ഇതെല്ലാം തെളിയിക്കുന്നത് സൃഷ്ടാവിന്റെ മഹത്വമാണ്. ഇത്ര കേമനായ, ഇത്ര വൈദഗ്ധ്യമാർന്ന ഒരു സൃഷ്ടിതാവ് ഇതെല്ലാം പരമസത്യമായിട്ട് ഉരുവാക്കിയിരിക്കുന്നല്ലോ എന്നുള്ള വലിയ ഒരു സത്യം, അതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബൈബിള് ആത്മീയമായി പറയുന്ന സത്യങ്ങൾ ശാസ്ത്രം ബൗദ്ധികമായി തെളിയിക്കുന്നു എന്നാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ബൈബിളിൽ ദൈവവചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നുവോ ആ കാര്യങ്ങളെ ക്രമാനുഗതമായിട്ട് അതിനെ അനുബന്ധമായിട്ട് ഇങ്ങനെ ഈ സയൻസ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്തിലേക്കാ വിരൽ ചൂണ്ടുന്നത്? ദൈവത്തിന്റെ മഹത്വത്തിലേക്കാണ്. സൃഷ്ടികർത്താവിന്റെ മഹത്വത്തെയാണ് അത് വിവരിക്കുന്നത്. അപ്പൊ ആകാശങ്ങൾ ദൈവത്തിന്റെ മഹത്വം പ്രസിദ്ധമാക്കുന്നു എന്ന് 19-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. 19-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം. ഒന്നാമതായിട്ട് ബ്രഹ്മാണ്ഡത്തിന്റെ ഉത്ഭവം, ഈ കാണുന്ന യൂണിവേഴ്സിന്റെ ഉത്ഭവം, ബിഗ് ബാങ് ദൈവിക സൃഷ്ടിയുടെ പ്രതിഫലനം എന്ന് ശാസ്ത്രം തന്നെ പറയുകയാണ്. ഏകദേശം 13.8 ബില്യൺ 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ബ്രഹ്മാണ്ഡം ബിഗ് ബാങ് എന്ന മഹാസ്ഫോടനത്തിലൂടെ ആരംഭിച്ചു. എന്നാൽ അതിനു മുമ്പ് എന്തായിരുന്നു? ഈ വിസ്ഫോടനം സംഭവിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു? ഒന്നുമില്ല എന്നാണ് നിരീശ്വരവാദികൾ പറയുന്നത്. എന്നാൽ സയൻസ് അങ്ങനെ പറയുന്നില്ല. ഇല്ല എന്ന് പറയുമ്പോൾ സമയം, സ്ഥലം, പദാർത്ഥം, ഊർജം ഒന്നുമില്ലാതെ ഇരുന്ന അവസ്ഥയിൽ നിന്ന് ഇതെല്ലാം പിറന്നത് അത്ഭുതകരമല്ലേ? ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ പറഞ്ഞതായിട്ടുള്ള പദാർത്ഥം, ഈ പറഞ്ഞതായിട്ടുള്ള സമയം, ഈ പറഞ്ഞതായിട്ടുള്ള സ്ഥലം, സ്പേസ്, അതേപോലെ എനർജി, ഇതെല്ലാം ഉരുവാക്കപ്പെട്ടു എങ്കിൽ അത് അത്യത്ഭുതമായിട്ടുള്ള ഒന്നല്ലേ? അതിനെ എങ്ങനെയാണ് നിരീശ്വരവാദികൾ വീക്ഷിക്കുന്നത്, വിവരിക്കുന്നത്? ശാസ്ത്രജ്ഞനായിരിക്കുന്ന സ്റ്റീഫൻ ഹോക്കിംഗ് പോലും സമ്മതിച്ച ഒരു കാര്യം ഞാൻ പറയാം. ഇഫ് ദ യൂണിവേഴ്സ് ഹാഡ് എ ബിഗിനിങ് then we can suppose it had a creator. ഈ അഖിലാണ്ടത്തിന്, ഈ പ്രപഞ്ചത്തിന്, ഈ ബ്രഹ്മാണ്ടത്തിന് ഒരാരംഭം ഉണ്ട് എങ്കിൽ അദ്ദേഹം പറയാണ്, സ്റ്റീഫൻ ഹോക്കിൻസ് പറയുകയാണ്, തീർച്ചയായിട്ടും ഒരു സൃഷ്ടികർത്താവ് ഉണ്ടെന്ന് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റുകയില്ല. അത് തന്നെയാണ് വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ വാക്ക്, ആദ്യത്തെ പദം എന്താണ്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വിശുദ്ധ ബൈബിളിലെ ഒന്നാമത്തെ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഇനി ഞാൻ രണ്ടാമത്തെ ആർഗ്യുമെന്റിലേക്ക് വരാം. കോസ്മിക് ഫൈൻ ട്യൂണിങ്, അതായത് ഈ പ്രപഞ്ചത്തെ കൃത്യമായി രൂപകൽപ്പന ചെയ്ത് അതെല്ലാം കൃത്യമായി തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം സൃഷ്ടിതാവിന്റെ വിരലടയാളം ബ്രഹ്മാണ്ടം നിലനിൽക്കാൻ വേണ്ടിയുള്ള 100 കണക്കിന് ഭൗതിക ഘടകങ്ങൾ അതിശയകരമായ സമതുലനത്തിലുണ്ട്. എല്ലാം കൃത്യമായി ഒരു അണുവിട വിടാതെ ഇതെല്ലാം പ്രവർത്തിക്കാൻ തക്കവണ്ണം ഈ ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടികർത്താവിന് ഒരു പ്രവൃത്തികൾ നടത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഗ്രാവിറ്റിയുടെ ശക്തി അല്പം കുറയുകയോ അല്പം കൂടുകയോ ചെയ്താൽ നക്ഷത്രങ്ങൾ ഉണ്ടാകില്ല. അത് നമുക്കറിയാം. കാർബൺ ഉണ്ടാകാൻ ആവശ്യമായ ന്യൂക്ലിയർ റെസോണൻസ് മൂല്യം കൃത്യമായി ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഭൂമി സൂര്യനിൽ നിന്ന് അകലവും അന്തരീക്ഷ ഘടനയും ജീവൻ നിലനിൽക്കാൻ കൃത്യമായ രീതിയിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം യാദൃച്ഛികമായി സംഭവിച്ചാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലായിരിക്കും, പക്ഷെ ചിന്താശക്തിയുള്ള ഞങ്ങൾക്കത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. സാധാരണ എല്ലാ മനുഷ്യർക്കും ചിന്തിക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും.
ശാസ്ത്രജ്ഞനായിരിക്കുന്ന പോൾ ഡേവിസ് പറഞ്ഞതുപോലെ ദ ഇംപ്രഷൻ ഓഫ് ഡിസൈൻ ഈസ് ഓവർവെൽമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ രൂപകൽപ്പന നമ്മളെ അത്ഭുതമാർന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇനി മൂന്നാമത്തെ നമ്മുടെ ചിന്ത, ജീവന്റെ ഉത്ഭവം ദൈവിക ബുദ്ധിയുടെ തെളിവ്. DNA എന്ന ജീവന്റെ അടിസ്ഥാന കോഡ് മനുഷ്യബുദ്ധിയിൽ അപ്പുറമായ ബുദ്ധിയുടെ രചനയാണ്. ഞാൻ ഇതിനെക്കുറിച്ച് നമ്മുടെ സഞ്ചാരിയായിരിക്കുന്ന സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് പല ഷോർട്സിലും അതേപോലെ തന്നെ ഒരു എപ്പിസോഡിലും അതിന്റെ മറുപടി കൊടുത്തിരുന്നു. ഇതുവരെ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ആ DNA കുറിച്ചുള്ള വളരെ കൃത്യമായ പഠനം ഞാൻ നടത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് കാണുവാൻ ശ്രമിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവുണ്ടായിട്ട് നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതൊന്ന് മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കുകയും വായിക്കാനും കേൾക്കുവാനും ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. 10 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളെ ഈ കാര്യങ്ങൾ കേൾപ്പിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഞാൻ മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരികയാണ്. ബില്യൺ ലെറ്റേഴ്സ് അടങ്ങിയ ഒരു മഹാഗ്രന്ഥം പോലെയാണ് DNA എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു പുസ്തകത്തിന് എഴുത്തുകാരനുണ്ടെങ്കിൽ ഈ DNA കോഡിന് പിന്നിലും ഒരാളുണ്ട് എന്ന് നമുക്ക് സമർത്ഥിക്കാൻ കഴിയും. അതാണ് സൃഷ്ടാവായ ദൈവം. സർ ഫ്രാൻസിസ് കോളിൻസ്, ജനിതക ശാസ്ത്രജ്ഞനും മുൻ നാസ ശാസ്ത്രാധികാരിയും ആയിട്ടുള്ള വ്യക്തി പറയുകയാണ്, ദ ലാംഗ്വേജ് ഓഫ് ഗോഡ് ഈസ് റിട്ടൺ ഇൻ ദ DNA ഓഫ് എവറി ലിവിങ് സെൽ. അദ്ദേഹം പറയുന്നത് ഓരോ ജീവനുള്ള സെല്ലുകളിലും ദൈവത്തിന്റെ ഭാഷയായ DNA എഴുതി വെച്ചിരിക്കുന്നു. എത്ര അത്ഭുതകരമാണ് അല്ലെ? ആയിരക്കണക്കിന് സെല്ലുകൾ, ആ ആയിരക്കണക്കിന് സെല്ലുകളിൽ DNA എന്നുള്ള ദൈവത്തിന്റെ ലാംഗ്വേജ് നമ്മളിൽ പതിപ്പിച്ചിരിക്കുന്നു. നാലാമതായിട്ട് നൈസർഗിക നിയമങ്ങൾ, ദൈവത്തിന്റെ ക്രമത്തിന്റെ പ്രതിഫലനം, ഗ്രാവിറ്റി, താപഗതി ശാസ്ത്രം, ലൈറ്റ് സ്പീഡ്, ക്വാണ്ടം നിയമങ്ങൾ എല്ലാം കൃത്യമായ നിയമങ്ങളിൽ അനുസൃതമാണ്. ഇതെല്ലാം ശാസ്ത്രം കാണിക്കുന്ന ഈ ക്രമം ഒരു ക്രമ സൃഷ്ടാവിനെ സൂചിപ്പിക്കുന്നു. ആ ക്രിയേറ്റർ ഈസ് ഹാവിങ് എ ഓർഡർ ഫോർ എവറിത്തിങ്. എല്ലാം നല്ലതാണെന്ന് ദൈവം പറഞ്ഞപ്പോൾ ഇതെല്ലാം ഒരു ഓർഡറിലാക്കിക്കൊണ്ടാണ് ദൈവം അത് പറഞ്ഞത്. സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞത് അതിശയകരമായിട്ടുള്ള കാര്യമാണ്. ദിസ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ സിസ്റ്റം ഓഫ് ദ സൺ, planets and comets could only proceed from the council and dominion of an intelligent and powerful being. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ ഈ ഓർഡർ ഒക്കെ ഉണ്ടല്ലോ, അത് ഏറ്റവും ഭംഗിയായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അതിബുദ്ധിയുള്ള, മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഇന്റലിജന്റ് ആയിട്ടുള്ള സർവശക്തനായിട്ടുള്ള ഒരു ബീയിങ്ങിന് മാത്രമേ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. ശരിയല്ലേ? അത് ശരിയാണ്. നമ്മള് സർ ഐസക് ന്യൂട്ടനോട് ചേർന്ന് നമുക്കൊരു ആമേൻ എന്ന് പറയാൻ സാധിക്കും. അഞ്ചാമതായിട്ട് മനുഷ്യബോധം ദൈവരൂപതയുടെ അടയാളം. മനുഷ്യൻ ചിന്തിക്കുന്നതും സ്നേഹിക്കുന്നതും ധാർമ്മികത തിരിച്ചറിയുന്നതും എല്ലാം രാസപ്രതികരണങ്ങൾ മാത്രമല്ല. അത് നമ്മള് മനസ്സിലാക്കിക്കോണം. അവന്റെ ഉള്ളിൽ ദൈവരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആത്മാവിന്റെ പ്രതിബിംബമാണത്. അതാണ് വിശുദ്ധ ബൈബിളില് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവം തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ പ്രപഞ്ചത്തെ നോക്കുമ്പോൾ അത്ഭുതപ്പെടുന്നു. എത്രയും വലുതായ ഈ ലോകം എങ്ങനെയാണ് ഇത്രയും ക്രമസമാധാനത്തോടെ നിലനിൽക്കുന്നത്? അവന്റെ മനസ്സിൽ ഒരേ ഒരു ബോധമുയരുന്നു, ഈ സകലത്തിനും പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട്, ഒരാളുണ്ട്, സൃഷ്ടാവായ ദൈവം. അപ്പൊ ശാസ്ത്രം സൃഷ്ടാവിന്റെ വിരലടയാളമാണ്. ഒന്നുകൂടെ പറയട്ടെ, സയൻസ് ഈസ് ദ ഫിംഗർ പ്രിന്റ് ഓഫ് ദ ക്രിയേറ്റർ. ശാസ്ത്രം എന്ന് പറയുന്നത് സൃഷ്ടാവിന്റെ വിരലടയാളമാണ്. അത് നമ്മൾ മറന്നുപോകരുത്. ഒരു ദൈവമുണ്ട്, ആ ദൈവം നമ്മളെ സ്നേഹിക്കുന്നവരാണ്. ആ ദൈവത്തിന്റെ സ്നേഹം മനുഷ്യനോട് പ്രകടമാക്കിയത് കാൽവറി കുരിശിൽ യേശു ക്രിസ്തുവിനെ നമുക്ക് പകരം ബലിയാക്കിക്കൊണ്ടാണ്. ആ ബലിയിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും തിരികെ കിട്ടുന്നത് മാത്രമല്ല, അവന്റെ ജ്ഞാനം, അവൻ വിജ്ഞാനിയായി ജീവനുള്ള ദൈവത്തിന്റെ വിരലടയാളത്തെ ഈ പ്രപഞ്ചത്തിൽ കണ്ടുകൊണ്ട് പറയാൻ കഴിയും, സർവ്വലോകവും ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന്. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. താങ്ക് യു വെരി മച്ച്.